إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു തന്ന പവിത്രമായ ഒരു മാസം നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. അഥവാ ഇസ്ലാമിക ലോകം, മുസ്ലിമീങ്ങൾ മഹത്തായ ഒരു മാസത്തെ അഭിമുഖീകരിക്കാനിരിക്കുകയാണ്. പരിശുദ്ധ റമദാൻ എന്ന അനുഗ്രഹീതമായ ദിനരാത്രങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു മാസം. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തിൻ്റെ വരവിനെ തൊട്ട് സഹാബത്തിന് അറിയിച്ച രൂപം വളരെ മനോഹരമാണ്. അതാകും റമദാൻ, നിങ്ങളിലേക്കിതാ റമദാൻ സമാഗതമായിരിക്കുന്നു. ഷഹ്റുൻ മുബാറകുൻ, ഈ റമദാൻ മാസം എന്നത് അനുഗ്രഹീതമായ മാസമാണ് എന്നായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ അതിൻ്റെ വരവ് അറിയിച്ചിരുന്നത്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ റമദാൻ എന്ന മാസം എന്നത് അനുഗ്രഹീതമായ മാസം തന്നെയാണ്. ആ മാസത്തിലെ സമയങ്ങൾക്ക് ബറക്കത്തുണ്ട്, ആ മാസത്തിലെ ഇബാദത്തുകൾക്ക് ബറക്കത്തുണ്ട്. ആ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഔദാര്യവും കാരുണ്യവും അവൻ്റെ സൃഷ്ടികളിലേക്ക് വാരിക്കോരി ചൊരിയുന്ന മാസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ റമദാനിൻ്റെ വരവിനെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കേണ്ടവരാണ്. സഹോദരങ്ങളെ, റമദാൻ എന്നത് തഖ്വയുടെ മാസമാണ്, ഇബാദത്തുകളുടെ മാസമാണ്, നന്മകളുടെ മാസമാണ്, ദിക്റിന്റെ മാസമാണ്, സദഖയുടെ മാസമാണ്, ഖുർആനിന്റെ മാസമാണ്, തുടങ്ങി അനേകം ബറക്കത്തുകൾ, അനുഗ്രഹീതമായ കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള ഈ പരിശുദ്ധ റമദാനിനെ നാം വരവേൽക്കേണ്ടതുണ്ട്. അതിനെ വരവേൽക്കാൻ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അറിയിക്കുന്നു, ഹാദാ റമദാനു ഖദ് ജാഅകും, ഇതാ പരിശുദ്ധ റമദാൻ നിങ്ങളിലേക്ക് സമാഗതമായിരിക്കുന്നു.
തുഫത്തഹു ഫീഹി അബ്വാബുൽ ജന്ന. റമളാൻ ആയിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അതിൻ്റെ ശ്രേഷ്ഠതകൾ വിവരിക്കുകയാണ്. സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും. വതുഗല്ലഖു ഫീഹി അബ്വാബുൻ നാർ. നരകത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടും. വതുസൽസലു ഫീഹി ശയാതീൻ. പിശാചുക്കൾ ചങ്ങലയിൽ ബന്ധിക്കപ്പെടും. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ മാസത്തെ നാം സാധാരണ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഒരു മാസം പോലെ, ഒരു സമയം പോലെ അങ്ങനെ അവഗണിച്ചു കളയരുത് എന്നാണ് എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്താനുള്ളത്. സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറഞ്ഞു, പരിശുദ്ധ റമളാൻ മാസം എന്നത് നമ്മിലേക്ക് വരുന്ന ഒരു അതിഥിയെ പോലെയാണ്. അതിഥികൾ വരികയും വേഗം തിരിച്ചു പോവുകയും ചെയ്യും എന്നതുപോലെ പരിശുദ്ധ റമളാൻ അത് വരും, അതിവേഗത്തിൽ കടന്നു പോവുകയും ചെയ്യും. ഒരു അതിഥി വരുമ്പോൾ ആതിഥേയൻ എങ്ങനെയായിരിക്കണം എന്ന് നമുക്കറിയാം. പല രൂപത്തിലുള്ള ഭക്ഷണ വിഭവങ്ങൾ നമ്മൾ ഒരുക്കാറുണ്ട്. അവർക്ക് വേണ്ടി നമ്മുടെ വീടുകൾ ഒരുക്കാറുണ്ട്. അവർക്ക് വേണ്ടി നമ്മുടെ സമയങ്ങൾ ചിട്ടപ്പെടുത്താറുണ്ട്. അങ്ങനെ ഒരു അതിഥിയെ സ്വീകരിക്കാൻ വേണ്ട എല്ലാ മുന്നൊരുക്കങ്ങളും നമ്മൾ നടത്താറുണ്ട്. അത് അതിഥിയെ ബഹുമാനിക്കുന്നതിൻ്റെ, ആദരിക്കുന്നതിൻ്റെ മര്യാദകളിൽപ്പെട്ടതാണ്. നമുക്കെല്ലാവർക്കും അറിയാം. പരിശുദ്ധ റമളാൻ എന്ന അതിഥി എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, സാധാരണ ഒരു അതിഥിയെ പോലെയല്ല. ഒരു ആയുസ് മുഴുവനും വീണ്ടെടുക്കാനുള്ള ഒരു മാസമാണ്, ഒരു കാലഘട്ടമാണ് പരിശുദ്ധ റമളാൻ. അതുകൊണ്ട് ആ അതിഥിയെ നാം സ്വീകരിക്കുമ്പോൾ വളരെ ഗൗരവത്തിൽ നമ്മൾ പലതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു നിലക്കും അശ്രദ്ധയിലായി പോവാൻ പാടുള്ളതല്ല. ജനങ്ങൾ റമളാനിനെ സ്വീകരിക്കുന്ന വിഷയത്തിൽ പല തട്ടുകളിലാണ്, പല രൂപത്തിലാണ് ജനങ്ങൾ റമളാനിനെ വരവേൽക്കുക. ചില ആളുകൾ റമളാൻ എന്ന് കേൾക്കുമ്പോൾ ഭക്ഷണപാനീയങ്ങൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ അതിൻ്റെ മുന്നൊരുക്കത്തിലാണ് ശ്രദ്ധിക്കുക. ഭക്ഷണം, പുതിയ പുതിയ കടികൾ, പലഹാരങ്ങൾ അതിൻ്റെ പിന്നാലെ കൂടും. ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ടാകും എന്തൊക്കെയാണ് പുതിയ വെറൈറ്റി ഭക്ഷണങ്ങൾ. അതിൻ്റെ ഗവേഷണത്തിലായിരിക്കും നമ്മുടെ ഉമ്മമാരും സഹോദരിമാരും. യഥാർത്ഥത്തിൽ റമളാൻ മാസം എന്നത് ഭക്ഷണത്തിൻ്റെ മാസമല്ല, ഷഹ്റു ത്വആമല്ല. ഭക്ഷണം കഴിക്കണം, ശരിയാണ്, നമ്മളെല്ലാവരും കഴിക്കുന്നവരാണ്. അൽഹംദുലില്ലാ, നല്ല ഭക്ഷണങ്ങൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഭക്ഷണ പാനീയങ്ങളോ അതിൻ്റെ ഉണ്ടാക്കലോ അതിൻ്റെ പിന്നാലെ കൂടലോ അല്ല പ്രിയമുള്ളവരെ ആത്യന്തിക ലക്ഷ്യം എന്നതാണ് ഓർമ്മപ്പെടുത്തിയത്. അതിലേക്ക് മാത്രം ശ്രദ്ധ തിരിച്ച് ബാക്കിയുള്ള ഒന്നിലും ശ്രദ്ധിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ നമുക്കുണ്ടാവരുത്. പലരും ഈ ഒരവസ്ഥയിലായിരിക്കും. നോമ്പിൻ്റെ തുടക്കം മുതലേ അങ്ങാടികളിലായിരിക്കും, അതിൻ്റെ പിന്നാലെ ആയിരിക്കും. വേറെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളിലെ മറ്റൊരു വിഭാഗം നമുക്ക് ഇപ്രകാരം കാണാം. അവരെ റമളാനിൻ്റെ അനുഗ്രഹീതമായ സമയങ്ങളെ കൊന്നുകളയാൻ, സമയം തീർക്കാൻ കളികളിലും വിനോദങ്ങളിലുമായി അവർ സമയം ചിലവഴിക്കും. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കമായിരിക്കും. റമളാനിൽ നേരം പോവണ്ടേ, സമയം പോവണ്ടേ, സമയം തീരണ്ടേ? അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ, കളികൾ, വിനോദങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പിന്നാലെയായിരിക്കും. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ. അനുഗ്രഹീതമായ ഒരു മാസം, ആ മാസത്തിലെ അനുഗ്രഹീതമായ സമയങ്ങൾ എങ്ങനെ നമുക്ക് കൊന്നുകളയാൻ സാധിക്കും? ഇത് മുതലെടുക്കേണ്ട സമയമാണ്. ഓരോ ദിക്റുകൾക്കും ഓരോ നന്മകൾക്കും വലിയ പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ട സമയം. ആ വിലപ്പെട്ട സമയം കുറേ നേരം ഉറങ്ങിത്തീർത്ത് പിന്നെ എഴുന്നേറ്റാൽ കളികളിലും വിനോദങ്ങളിലുമായി മഗ്രിബാക്കുക എന്നത് എത്ര ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഇതാണ് ജനങ്ങളിലെ മറ്റൊരു വിഭാഗം. മൂന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ റമളാൻ വന്നതോ തിരിച്ചുപോയതോ അവർക്ക് യാതൊരു ചിന്തയും ഉണ്ടാവുകയില്ല. സാധാരണയുള്ള ദിവസങ്ങൾ പോലെ റമളാനും കഴിഞ്ഞു പോകും. ഈ മാസത്തെക്കുറിച്ച്, അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ച്, അതിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ച് അറിയില്ല, പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല, ചിന്തിച്ചിട്ടില്ല.
എല്ലാ കാലവും പോലെ ഈ മാസവും അവരുടെ ജീവിതത്തിൽ നിന്നും കടന്നുപോകും. അങ്ങനെ ചില ആളുകളുണ്ട്. നാലാമതൊരു വിഭാഗമുണ്ട്, അള്ളാഹുവിൻ്റെ തൗഫീഖ് അവരാണ്. അഥവാ റമദാനിന് മുന്നേ തന്നെ ശാരീരികമായും മാനസികമായും റമദാനിന് വേണ്ടി ഒരുങ്ങുന്നവരാണവർ. റമദാനിൽ എന്തൊക്കെ ഇബാദത്തുകൾ ചെയ്യണം, റമദാൻ എങ്ങനെ മുതലെടുക്കണം, എങ്ങനെ ആരാധനാ കർമ്മങ്ങൾ ചിട്ടപ്പെടുത്തണം, ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നിങ്ങനെ ചിന്തിച്ച് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത് അങ്ങനെ മുന്നൊരുക്കം നടത്തുന്നവരുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അവരാണ് അള്ളാഹുവിൻ്റെ തൗഫീഖ് കിട്ടിയ ആളുകൾ. സഹോദരങ്ങളെ, ആ കൂട്ടത്തിലാണ് ഞാനും നിങ്ങളും ഉൾപ്പെടേണ്ടത്. റമദാൻ എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവരുത്. സാധാരണ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതായല്ലോ, നോമ്പായാൽ പിന്നെ മറ്റുള്ള മാസങ്ങൾ പോലെയല്ല, മൊത്തത്തിലൊരു കെട്ടിക്കൊടുക്കാണ് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ചു പോവരുത്. മറിച്ച് റമദാൻ എന്നത് സൗഭാഗ്യമാണ്. റമദാൻ എന്നത് അള്ളാഹു നൽകുന്ന ഔദാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമദാന, റമദാനിന്റെ ആദ്യത്തെ രാത്രി ആയാൽ, ആദ്യ ദിവസം ആയി കഴിഞ്ഞാൽ, സുഫിദത്തി ശയാതീൻ വമറദത്തുൽ ജിൻ, പിശാചുക്കൾ ബന്ധിക്കപ്പെടും. ആ പിശാചുക്കളിലെ ഉപദ്രവകാരികൾ അവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധിക്കും. വഗുല്ലിഖത് അബ്വാബുന്നാർ, നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടും. ഫലം യുഫ്തഹ് മിൻഹാ ബാബുൻ, പിന്നെ ആ വാതിലുകൾ അതിൽ നിന്ന് തുറക്കപ്പെടുകയില്ല. വഫുത്തിഹത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നു വെക്കപ്പെടും. ഫലം യുഗ്ലഖ് മിൻഹാ ബാബുൻ, പിന്നെ അതിന്റെ വാതിലുകൾ അതിൽ നിന്ന് അടക്കപ്പെടുകയില്ല. റമദാനിന്റെ ആദ്യത്തെ ദിവസം മുതൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ആരംഭിക്കും. വയുനാദി മുനാദിൻ, വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയ ശർരി അഖ്സിർ, നന്മ ഉദ്ദേശിക്കുന്നവനെ, നന്മ ആഗ്രഹിക്കുന്നവനെ, നീ മുന്നിട്ട് ചൊല്ലുക, നീ മുന്നേറുക. തിന്മ ആഗ്രഹിക്കുന്നവനെ നീ ചുരുക്കുക, പിടിച്ചു വെക്കുക. വലില്ലാഹി ഉതഖാഉ മിനന്നാർ വദാലിക കുല്ലു ലൈല, എല്ലാ ദിവസവും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. സഹോദരങ്ങളെ, ഈ ഹദീസ് നോക്കൂ നിങ്ങൾ. പരിശുദ്ധ റമദാനിന്റെ ആദ്യത്തെ രാത്രി മുതൽ അത് അവസാനിക്കുന്നത് വരെ നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടും, സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നു വെക്കപ്പെടുമെന്ന് പറഞ്ഞാൽ ഈ മാസത്തിൽ സ്വർഗപ്രവേശനം നേടുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി പൊതുവെ സാധാരണ സമയങ്ങളിൽ നമ്മുടെ മുഖ്യ ശത്രുക്കളായ പിശാചുക്കൾ നമ്മെ പിഴപ്പിക്കാനുണ്ടാവുമെങ്കിൽ പരിശുദ്ധ റമദാൻ മാസത്തിൽ അല്ലാഹു അതാ അവരിലെ ഉപദ്രവകാരികളെ ചങ്ങലയിൽ ബന്ധിക്കുന്നു, അവരെ പിടിച്ചുവെക്കുന്നു. എല്ലാ ദിവസവും വിളിക്കുന്നു, നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ മുന്നിട്ട് ചെന്നുകൊള്ളുക, നന്മ ചെയ്യാൻ മുന്നേറിക്കൊള്ളുക. വേഗത്തിൽ, തുടുക്കത്തിൽ, പിന്നെ നാളെ, അടുത്ത കൊല്ലം അല്ല, വേഗത്തിൽ. നമ്മൾ കേട്ടതുപോലെ കഴിഞ്ഞ ഖുതുബയിൽ, നന്മകൾ എന്ന് കേട്ടാൽ വേഗത്തിൽ ചെല്ലണം, പിന്നേക്ക് മാറ്റിവെക്കരുത്. പരിശുദ്ധ റമദാനിൽ വിളിക്കുമെന്നാണ് വേഗത്തിൽ മുന്നേറാൻ. അതോടൊപ്പം തിന്മകളിൽ മുഴുകുന്ന, തിന്മ ചെയ്യുന്നവരോട് പിടിച്ചു നിർത്താൻ പറയും, പിടിച്ചുവെക്കാൻ പറയും. കാരണം ഇത് പവിത്രമായ മാസമാണ്, ഈ മാസത്തിന് പവിത്രതയുണ്ട്. അള്ളാഹു പവിത്രമാക്കിയ അവന്റെ മതചിഹ്നങ്ങളെ ആദരിക്കേണ്ട സന്ദർഭമാണിത്. അതുകൊണ്ട് തിന്മ ചെയ്യുന്നവനെ നീ ചുരുക്കുക എന്ന് വിളിച്ചു പറയപ്പെടും. എല്ലാ ദിവസവും അല്ലാഹു തആല നരകത്തിൽ നിന്നും ചില ആളുകൾക്ക് മോചനം നൽകും. ഓരോ രാത്രിയും സഹോദരങ്ങളെ, അല്ലാഹു തആല ചില ആളുകൾക്ക്, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നരകമോചനം നൽകുമെന്ന് പറഞ്ഞാൽ എന്താണ് ഈ മാസത്തിന്റെ പ്രത്യേകതകൾ, എന്താണ് ഈ മാസത്തിന്റെ ശ്രേഷ്ഠതകൾ നാം ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യം, അവന്റെ കാരുണ്യം വാരിക്കോരി ചൊരിഞ്ഞ മാസമാണിത് എന്ന് പറയാനുള്ള കാരണം. അല്ലാഹു തആല പറഞ്ഞില്ലേ, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ ഔദാര്യം, അവന്റെ കാരുണ്യം
എന്ന് പറയുക. ഫബിദാലിക ഫല്യഫ്റഹു, അതുകൊണ്ട് അവർ സന്തോഷിച്ചു കൊള്ളട്ടെ. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, അവർ സ്വരുക്കൂട്ടി വെച്ചിട്ടുള്ള അവരുടെ ഭൗതിക വിഭവങ്ങൾ എന്തൊക്കെയുണ്ടോ അതിനേക്കാളെല്ലാം ഉത്തമം അതാണ്. സഹോദരങ്ങളെ, സന്തോഷിക്കേണ്ട മാസമാണ് വരാനിരിക്കുന്നത്, സന്തോഷിക്കേണ്ട സമയങ്ങളാണ് വരുന്നത്. കാരണം അള്ളാഹുവിന്റെ കാരുണ്യവും ഔദാര്യവും വാഗ്ദാനം ചെയ്യപ്പെട്ട മാസമാണിത്. അതുകൊണ്ട് ഈ മാസത്തിലേക്ക്, റമളാനിലേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞാൽ, അതിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം നൽകേണ്ട കാര്യമാണ്. നമുക്കൊരിക്കലും മനസ്സിന് ഇടുക്കം തോന്നരുത്, നമുക്കൊരിക്കലും പ്രയാസം തോന്നരുത്, നമുക്കൊരിക്കലും ഒരു അപകർഷതാബോധം തോന്നരുത്. അഭിമാനിക്കാനുള്ള, ആഹ്ലാദിക്കാനുള്ള, സന്തോഷിക്കാനുള്ള ദിനരാത്രങ്ങളാണ് പരിശുദ്ധ റമളാൻ. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ഈ റമളാനിലേക്ക്, പരിശുദ്ധ റമളാൻ മാസത്തിലേക്ക് എത്തണമെന്ന് ചിന്തിച്ച പല ആളുകളും ആ റമളാൻ വരുന്നതിന് മുന്നേ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി അവർ ഇഹലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. റമളാനിലേക്ക് എത്തുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല, റമളാനിലേക്ക് എത്താൻ സാധിക്കുമോ എന്ന് നമുക്കറിയില്ല. അതിനു മുന്നേ ഒരുപക്ഷെ ഞാനോ നിങ്ങളോ ആര് ബാക്കിയുണ്ടാകും, ആരല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകി പോകും എന്ന് നമുക്കറിയില്ല. റമളാനിലേക്ക് എത്തണം, നോമ്പെടുക്കണം, ആരാധനകൾ ചെയ്യണം, നന്മകളിൽ മുന്നേറണം, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ച പല ആളുകളും ഇന്ന് മണ്ണിനടിയിലാണ്. അടുത്ത നിമിഷം നമ്മൾ കാത്തിരിക്കുകയാണ്. ഞാനോ നിങ്ങളോ ആരാണ് നമുക്കറിയില്ല. മലക്കുൽ മൗത്തിന് തെറ്റിപ്പോകുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ചില മുൻഗാമികൾ പറഞ്ഞതുപോലെ നമ്മുടെ സമയമായാൽ നാം വിളിക്കുത്തരം നൽകി പോവണം. ആ സമയത്ത് ദുനിയാവിലെ സമയങ്ങൾ നഷ്ടപ്പെടുത്തിയവർ വിലപിക്കുന്ന വിലാപമുണ്ട്, അട്ടഹാസമുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അറിയിച്ചിരിക്കുന്നു, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, അല്ലാഹുവേ ഞാൻ ഉപേക്ഷ വരുത്തിയ, ചെയ്യാതെ പോയ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ എന്നെ ഒന്ന് മടക്കി അയക്കണേ. എന്തായിരിക്കും മറുപടി? പോയിട്ട് തിരിച്ചു വരുമെന്നാണോ? അല്ല, കല്ലാ, ഇല്ല, ഒരിക്കലുമില്ല. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അതവന്റെ വെറും വാക്കാണ്, അവനിങ്ങനെ അത് ഉരുവിട്ടുകൊണ്ടേയിരിക്കും. അള്ളാഹുവേ ഒന്നെന്നെ മടക്കി അയക്കണേ, അള്ളാഹുവേ ഒന്നെന്നെ തിരിച്ചയക്കണേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സമയം നഷ്ടപ്പെടുത്തിയ ആളുകൾക്കുള്ള ശക്തമായ താക്കീതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സന്തോഷിക്കാനുള്ളതാണ് പരിശുദ്ധ റമളാൻ, സന്തോഷത്തോടെ വരവേൽക്കാനുള്ളതാണ് പരിശുദ്ധ റമളാൻ. അതോടൊപ്പം നമ്മുടെ ഇസ്തിഗ്ഫാർ, തൗബ, അത് നാം വർദ്ധിപ്പിക്കുക. കാരണം ധാരാളം തെറ്റുകൾ, അബദ്ധങ്ങൾ സംഭവിച്ചു പോയവരാണ്, പോകുന്നവരാണ് ഞാനും നിങ്ങളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, കുല്ലു ബനി ആദമ ഖത്താഉൻ വ ഖൈറുൽ ഖത്താഈന തവ്വാബൂൻ, ആദമിന്റെ പുത്രൻ മനുഷ്യരെല്ലാവരും ധാരാളം അബദ്ധങ്ങൾ പിണയുന്നവരാണ്. കുറച്ചല്ല, ചില്ലറയല്ല, ഒന്നോ രണ്ടോ മൂന്നോ, അതല്ലെങ്കിൽ വിരലിൽ എണ്ണാവുന്ന തിന്മകൾ എന്നല്ല. ഖത്താഉൻ എന്ന് പറഞ്ഞാൽ ധാരാളം എന്നാണ് അതിന്റെ അർത്ഥം. ഒരുപാട് തെറ്റുകൾ, നമ്മുടെ സ്വന്തത്തോട് ചെയ്യുന്ന അതിക്രമങ്ങൾ, തിന്മകൾ, മറ്റുള്ളവരോട് സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങൾ, അള്ളാഹുവിനോടുള്ള ബാധ്യതകളിൽ നമ്മുടെ അവസ്ഥകൾ എന്താണ്? ഒരുപാട് കുറവുകൾ സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും സംഭവിക്കുന്നവരാണ്, സംഭവിച്ചു പോയിട്ടുള്ളവരാണ്. അതുകൊണ്ട് റമളാൻ, അതിന് നാം മുന്നൊരുങ്ങേണ്ടത് തൗബയും ഇസ്തിഗ്ഫാറും കൊണ്ടാണ്. കാരണം നമ്മുടെ പാപങ്ങൾ സൽക്കർമ്മങ്ങൾക്കുള്ള തൗഫീഖ് നഷ്ടപ്പെടുത്തും. പാപക്കറകൾ നമ്മുടെ കൈകളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടെങ്കിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല. നന്മകൾക്ക് മുന്നിൽ വാതിലുകൾ കൊട്ടിയടക്കപ്പെടും. റമളാൻ മാസം എന്നത് സൽക്കർമ്മങ്ങളിൽ മുഴുകേണ്ട മാസമാണ്. ആ മാസത്തിൽ ഇബാദത്തുകൾക്ക് തൗഫീഖ് കിട്ടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള പാപക്കറകൾ നാം മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് തൗബയും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിക്കേണ്ടതുണ്ട് റമളാനിനെ വരവേൽക്കുമ്പോൾ. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ. അല്ലാഹു തആല പാപമോചനം വാഗ്ദാനം ചെയ്തിട്ടുള്ള, നരകമോചനം വാഗ്ദാനം ചെയ്തിട്ടുള്ള, സ്വർഗപ്രവേശനം വാഗ്ദാനം ചെയ്തിട്ടുള്ള ഈ മാസത്തിൽ നമ്മുടെ ഹൃദയങ്ങൾക്ക് ചലനമുണ്ടായിട്ടില്ല എങ്കിൽ ഇനി എപ്പോഴാണ് നമ്മുടെ ഹൃദയങ്ങൾ ചലിക്കുക? ഈ മാസത്തിലെ പുണ്യമാക്കപ്പെട്ട ദിനരാത്രങ്ങൾ കൊണ്ട് നന്നാവാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നെ എനിക്കും നിങ്ങൾക്കും എപ്പോഴാണ് നന്നാവാൻ സാധിക്കുക?
ഏത് പുണ്യദിനരാത്രങ്ങളാണ് ഇനി നമ്മെ തേടി വരേണ്ടത് നാം ചിന്തിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ പാപക്കറകൾ അത് നീക്കാൻ, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ, തൗബയും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിക്കാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കുക റമളാൻ കടന്നു വരുമ്പോൾ. കാരണം എന്തുകൊണ്ടാണ് പാപമോചനം ലഭിക്കാതെങ്ങാനും ഈ റമളാൻ, വരാനിരിക്കുന്ന റമളാൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് വിധേയരായി പോകും. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവിടുന്ന് പ്രാർത്ഥിച്ചു, റഗിമ അൻഫു റജുലിൻ, ഒരു മനുഷ്യൻ തുലയട്ടെ, നശിക്കട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയാണ്. ആരാണ് സഹോദരങ്ങളെ നമ്മുടെ റസൂൽ? റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകർക്ക് കാരുണ്യമായി കൊണ്ട് അള്ളാഹു അയച്ച, സൃഷ്ടികളോട് കരുണയുള്ള, അങ്ങേയറ്റം കാരുണ്യം ചെയ്യുന്ന ഉദാരനായ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, ഒരുത്തൻ അവൻ തുലഞ്ഞു പോവട്ടെ, അവൻ നശിക്കട്ടെ. എന്താണ് കാരണം? ദഖല അലൈഹി റമളാൻ, അവനിലേക്ക് റമളാൻ സമാഗതമായി, അവനിലേക്ക് റമളാൻ കടന്നു വന്നു. സുമ്മൻ സലഖ ഖബ്ല അൻ യുഗ്ഫറ ലഹു, എന്നിട്ട് റമളാൻ അവനിൽ നിന്നും കടന്നു പോവുകയാണ്. അതല്ലെങ്കിൽ റമളാനോട് അവൻ വിട പറയുകയാണ്, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാതെ. അങ്ങനെയുള്ള ഒരുവൻ നശിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, വരാനിരിക്കുന്ന റമളാനോടുകൂടി നമ്മുടെ തെറ്റുകൾ അള്ളാഹു പൊറുത്തു തന്ന് നമുക്ക് സ്വർഗം ഉറപ്പിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഈ പ്രാർത്ഥനയ്ക്ക് വിധേയരായി പോകും എന്ന് ഞാനും നിങ്ങളും ഭയപ്പെടേണ്ടതുണ്ട്. എങ്ങനെ നമുക്ക് തൗബയും ഇസ്തിഗ്ഫാറും ഇല്ലാതെ മുന്നോട്ട് പോവാൻ സാധിക്കും? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ റമളാനിനെ വരവേൽക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ചില പ്രാർത്ഥനകൾ നടത്തേണ്ടതുണ്ട്, ദുആ ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, റമളാനിലേക്ക് എത്തിക്കണേ എന്ന്. അള്ളാഹുവേ, റമളാൻ നൽകണേ, റമളാനിലേക്ക് എന്നെ എത്തിക്കണേ എന്ന് ദുആ ചെയ്യേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ റമളാനിൽ എത്തണം എന്ന് വിചാരിച്ച പല ആളുകളും അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി ഖബറുകളിലാണ് അവരുടെ. അതുകൊണ്ട് അള്ളാഹുവേ, റമളാനിലേക്ക് എത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ റമളാനിൽ എത്തിയാൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ എന്ന് ദുആ ചെയ്യണം. ഇപ്പോഴേ ദുആ ചെയ്യണം നമ്മൾ. കാരണം അള്ളാഹുവിന്റെ തൗഫീഖാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചാൽ, അള്ളാഹു സഹായിച്ചാലല്ലാതെ നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുകയില്ല. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബത്തും പറഞ്ഞ വാക്കുകൾ നമുക്ക് കാണാം. ലൗലല്ലാഹു മഹ്തദൈന വലാ സുംന വലാ സല്ലൈന. അള്ളാഹുവിന്റെ തൗഫീഖ് ഒന്ന് കിട്ടിയില്ല എങ്കിൽ നമ്മൾ ഹിദായത്തിലാവുകയില്ല, നമുക്ക് സന്മാർഗം ലഭിക്കുകയില്ല, നമ്മൾ നോമ്പ് നോൽക്കാൻ നമുക്ക് സാധിക്കുകയില്ല, നമുക്ക് നിസ്കരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഇതൊക്കെ അള്ളാഹുവിന്റെ തൗഫീഖ് ഒന്നുകൊണ്ടാണ്, അള്ളാഹു അനുഗ്രഹിച്ചത് കൊണ്ടാണ്, അള്ളാഹുവിന്റെ കാരുണ്യമാണ്, ഔദാര്യമാണ്. അതുകൊണ്ട് റമളാനിൽ എത്തി ആ റമളാൻ അങ്ങനെ കഴിഞ്ഞു പോവുക എന്നല്ല, മറിച്ച് സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി അള്ളാഹുവേ നീ തൗഫീഖ് നൽകണേ എന്ന് നമ്മൾ ചോദിക്കുക റബ്ബിനോട്. അതുപോലെ സഹോദരങ്ങളെ, റമളാൻ കിട്ടി, റമളാനിൽ സൽക്കർമ്മങ്ങൾ ചെയ്തു, ആ സൽക്കർമ്മങ്ങൾ അള്ളാഹുവേ നീ സ്വീകരിക്കണേ, സ്വീകരിക്കപ്പെടുന്ന സൽക്കർമ്മങ്ങൾ നീ എനിക്ക് നൽകണേ. കുറെ എന്തെങ്കിലും കാട്ടിക്കൂട്ടുക എന്നതല്ല, ബിദ്അത്തുകൾ ചെയ്യുക എന്നുള്ളതല്ല, പുത്തനാചാരങ്ങൾ ചെയ്യുക എന്നതല്ല, മറിച്ച് നീ സ്വീകരിക്കുന്ന കർമ്മങ്ങളായിരിക്കണേ റബ്ബേ, നീ സ്വീകരിക്കണേ. നരകമോചനം നൽകണേ, സ്വർഗപ്രവേശനം നൽകണേ എന്നിങ്ങനെയുള്ള പ്രാർത്ഥനകൾ സഹോദരങ്ങളെ റമളാനിനെ വരവേൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതാണ്. നമ്മൾ ഇപ്പോഴേ ശ്രദ്ധിക്കണം, അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതുപോലെ സഹോദരങ്ങളെ, പരിശുദ്ധ റമളാനിന്റെ ശ്രേഷ്ഠതകൾ, ഈ മാസത്തിന്റെ പവിത്രതകൾ അത് നാം തിരിച്ചറിയണം, അത് നാം മനസ്സിലാക്കണം, നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളണം. എല്ലാവർക്കും നോമ്പുകാലം, അതുകൊണ്ട് ഞാനും അങ്ങനെ അല്ല. എല്ലാവരും നോമ്പ് പിടിക്കുന്നു, പൊതുവെ റമളാൻ മാസമല്ലേ? അല്ല, റമളാനിന്റെ ശ്രേഷ്ഠതകൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ റമളാനിലേക്ക് പ്രവേശിക്കണം. മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഈമാനോടുകൂടി അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് റമദാനിലെ നോമ്പനുഷ്ഠിച്ചാൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും. ഈ ശ്രേഷ്ഠതകൾ, ഇതുപോലെയുള്ള അനേകം ശ്രേഷ്ഠതകളുണ്ട്. ആ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുക. കാരണം ഏതൊരു ഇബാദത്തും അതിനെക്കുറിച്ച് പഠിച്ചു മനസ്സിലാക്കിയാലേ ഉൾക്കാഴ്ചയോടുകൂടി നമുക്കത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഉൾക്കാഴ്ചയോടെ, ആത്മാർത്ഥതയോടെ, ഇഖ്ലാസോടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിനെക്കുറിച്ച് അറിഞ്ഞാൽ, അതിനെക്കുറിച്ച് ബോധമുണ്ടായാൽ, ബോധ്യമുണ്ടായാൽ അത് നാം തിരിച്ചറിയണം, നാം പഠിക്കണം, നാം കേൾക്കണം, നാം മനസ്സിലാക്കണം. അതുപോലെ സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിന് മുന്നോടിയായി ആ റമദാനിനെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ നാം തയ്യാറാവുക. ഹൃദയങ്ങൾക്ക് ബാധിക്കുന്ന അനേകം രോഗങ്ങളുണ്ട്, തിന്മകളുണ്ട്. ഹൃദയത്തിനെ ബാധിക്കുന്ന രോഗത്തിൽപ്പെട്ടതാണ് ഏറ്റവും വലിയ ഗുരുതരമായ അപകടമാണ് ശിർക്ക്. അള്ളാഹു അല്ലാത്തവരെ മനസ്സിൽ പ്രതിഷ്ഠിക്കുക, അള്ളാഹുവിനെ വിളിക്കേണ്ടതിന് പകരം അള്ളാഹുവിന്റെ സൃഷ്ടികളെ വിളിക്കുക, അവരിൽ അവലംബം അർപ്പിക്കുക, അവരോട് ദുആ ചെയ്യുക, അവർക്ക് വേണ്ടി ബലിയറുക്കുക, നേർച്ച നേരുക തുടങ്ങി സൃഷ്ടികളെ മനസ്സിൽ പ്രതിഷ്ഠിക്കുക എന്നതാണ് ഹൃദയത്തിനുള്ള ഏറ്റവും വലിയ രോഗം. ആ ശിർക്കിൽ നിന്ന് മുക്തമാവണം. അതുപോലെ മനസ്സിലേക്ക് കടന്നു വരുന്ന രോഗമാണ്, തിന്മയാണ് കിബിർ, അഹങ്കാരം. അതുപോലെ ഞാൻ കുഴപ്പമില്ല എന്ന തോന്നൽ, സ്വന്തത്തോടുള്ള ഉജുബ്, അത്ഭുതം കൂറൽ. അതുപോലെ സഹോദരങ്ങളെ, ലോകമാന്യത, ആളുകളെ കാണാൻ വേണ്ടി, കാണിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, ആളുകളുടെ പുകഴ്ത്തൽ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ. അതുപോലെ തന്നെ പക, വിദ്വേഷം, ദേഷ്യം, വെറുപ്പ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും സഹോദരങ്ങളെ നമ്മുടെ മനസ്സിനെ നാം ശുദ്ധീകരിക്കാൻ നേരത്തെ തയ്യാറാവണം. നേരത്തെ പറഞ്ഞതുപോലെ പാപക്കറകളുമായി പരിശുദ്ധ റമദാനിനെ വരവേൽക്കുക എന്നത് ശരിയല്ല. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ റമദാൻ എന്ന അതിഥി നമ്മിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതം കളങ്കപ്പെട്ട രൂപത്തിലാവരുത്. ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൗമു ശഹ്രി സബ്രി വസലാസതി അയ്യാമിൻ മിൻ കുല്ലി ശഹ്രിൻ യുദ്ഹിബിന വഹറ സദർ. ക്ഷമയുടെ മാസത്തിലുള്ള നോമ്പ് അഥവാ റമദാൻ മാസത്തിലുള്ള നോമ്പ്, അതുപോലെ മാസത്തിലുള്ള 3 നോമ്പ്, ഈ നോമ്പുകൾ ഹൃദയത്തിന് ബാധിച്ചിട്ടുള്ള രോഗങ്ങളെ പോക്കിക്കളയും. ഹൃദയത്തിന് ബാധിക്കുന്ന മാലിന്യങ്ങൾ, രോഗങ്ങൾ, തിന്മകൾ അതിനെ പോക്കിക്കളയും നോമ്പുകൾ. റമദാനിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നീക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. കാരണം സഹോദരങ്ങളെ, ഈ പറഞ്ഞ തിന്മകൾ പേറിക്കൊണ്ട് പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കുക എന്നത് ശരിയല്ല. നമ്മുടെ ഇബാദത്തുകളെ അത് സാരമായി ബാധിക്കും. സമാധാനം, ആശ്വാസം എന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതായി പോകും. ഇത്തരത്തിലുള്ള തിന്മകൾ മനസ്സിലുണ്ടെങ്കിൽ ശരീരത്തിന് രോഗം ബാധിക്കുന്നത് പോലെയല്ല മനസ്സിന്, ഹൃദയത്തിന് രോഗം ബാധിക്കുക എന്നുള്ളത്. ശരീരത്തിന് രോഗം ബാധിച്ചാൽ അത് ചികിത്സിച്ച് ശരിയാക്കിയാൽ അത് മാറും. അതല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് മരിച്ചു പോകുമെന്നേ ഉള്ളൂ. പക്ഷേ ഹൃദയങ്ങൾക്ക് രോഗം ബാധിക്കുക എന്നുള്ളത് ദുനിയാവിൽ തന്നെ അയാൾ മരിച്ചു പോകും, ദുനിയാവിൽ തന്നെ മരിച്ചിട്ടുണ്ടാകും. ഖൽബിന് ജീവനില്ലാതെ, ഹൃദയത്തിന് ജീവനില്ലാതെ ജീവിക്കുന്ന ഒരുവനെ പോലെയായിരിക്കും ഹൃദയത്തിൽ രോഗമുള്ള, ഹൃദയം ചത്തുപോയ ഒരാൾ. ഹൃദയത്തിന് രോഗം ബാധിക്കുക എന്നത് വളരെ ഗൗരവമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും മുക്തമായി നിറഞ്ഞ മനസ്സോടെ, സന്തോഷത്തോടെ പരിശുദ്ധ റമദാനിനെ വരവേൽക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അള്ളാഹുവിനോട് നാം ദുആ ചെയ്തത് നേടേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ ആയുസ്സിലുള്ള നന്മകൾ നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധ റമദാനിലെ ഓരോ നിമിഷങ്ങൾക്കും പ്രത്യേകതകളുണ്ട്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരു രാത്രി ഈ മാസത്തിലാണ് വരാനുള്ളത്. ആ മാസത്തിൽ
ആ ദിവസങ്ങളിൽ ആ സമയങ്ങളിൽ അശ്രദ്ധയിലായി പോവരുത് എന്നാണ് സഹോദരങ്ങളെ എന്നോടും നിങ്ങളോടും സൂചിപ്പിക്കാനുള്ളത്. വളരെ ഗൗരവത്തിൽ നമ്മൾ തിരിച്ചറിയുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല എല്ലാ തിന്മകളിൽ നിന്നും എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ റമളാൻ എന്ന അതിഥിയെ എങ്ങനെ വരവേൽക്കണം അതിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. റമളാൻ കടന്നു വരുന്നതിന് മുന്നേ റമളാനിനെ വരവേൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസുകളിൽ കാണാം. ലാ തഖദ്ദമു റമളാന ബിസൗമി യൗമിൻ വലാ യൗമൈൻ. റമളാൻ മാസത്തെ അതിൻ്റെ ഒരു ദിവസം മുന്നെയോ 2 ദിവസം മുന്നെയോ നോമ്പ് നോറ്റുകൊണ്ട് നിങ്ങൾ വരവേൽക്കരുത്. ഇല്ലാ റജുലുൻ കാന യസൂമു സൗമൻ ഫൽയസുംഹു. ഒരാൾ ഒഴികെ, അയാൾ നോമ്പെടുത്തു വരുന്ന ആളാണ്, അയാൾക്ക് ഒഴികെ ബാക്കിയുള്ള എല്ലാവരും, ബാക്കിയുള്ളവർ നിരുപാധികം സുന്നത്ത് നോമ്പ് എടുക്കരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരാൾ സ്ഥിരമായി തിങ്കൾ വ്യാഴം അങ്ങനെ നോമ്പെടുക്കുന്നവരാണ്. റമളാൻ എത്തുന്നതിൻ്റെ തലേ ദിവസം ശഅബാനിൻ്റെ അവസാനത്തെ 1-2 ദിവസം അതിലേതെങ്കിലും ഒന്ന് തിങ്കളോ വ്യാഴമോ ആയി വന്നു എന്ന് വിചാരിക്കുക, അയാൾക്ക് നോമ്പെടുക്കാം. അതല്ലെങ്കിൽ ഒരാൾ ഖളാ വീട്ടി വരികയാണ്, അങ്ങനെയുള്ള ഒരാൾ ആ സമയത്ത് അയാൾക്ക് നോമ്പെടുക്കാം. അതല്ലാതെ നിരുപാധികം സുന്നത്ത് നോമ്പ് റമളാനിൻ്റെ 1-2 ദിവസങ്ങൾക്ക് മുന്നേ എടുക്കരുത്. ശഅബാൻ 28, 29 ആ ദിവസങ്ങളിൽ നോമ്പെടുക്കാതിരിക്കുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. അഥവാ നിരുപാധികം നോമ്പെടുക്കാതിരിക്കുക. നോമ്പെടുത്തു വരുന്നവരാണെങ്കിൽ എടുത്തു കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു, വരാനിരിക്കുന്ന അഥവാ 2 ദിവസങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന റമളാനിന് വേണ്ടി ഒരു മുന്നൊരുക്കം നടത്താൻ ശാരീരികമായി, മാനസികമായി, ആരോഗ്യപരമായി തയ്യാറാവാൻ അതുകൊണ്ട് സാധിക്കും. 2 ദിവസം മുന്നേ നോമ്പ് നിർത്തി പിന്നെ നോമ്പിലേക്ക്, റമളാൻ മാസത്തിലേക്ക് തുടർച്ചയായുള്ള നോമ്പിലേക്ക് പ്രവേശിക്കുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അത് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക. അത് റമളാനിനെ വരവേൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സുന്നത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ സംശയമുള്ള ദിവസങ്ങൾ, ഇന്ന് കാണുകയില്ലേ, കണ്ടോ കണ്ടില്ലേ, മേഘം മൂടിയാൽ, മാസപ്പിറവി കാണാതിരുന്നാൽ ശഅബാൻ 30 പൂർത്തീകരിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അന്ന് നാളെ റമളാൻ 1 ആവുമോ, കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്ന നിലക്ക് നോമ്പെടുക്കരുത് എന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാസപ്പിറവി കണ്ടു എന്ന് ഉറപ്പ് കിട്ടിയാൽ മാത്രം നോമ്പെടുക്കുക. അവിടുന്ന് പറഞ്ഞു, മൻ സാമൽ യൗമല്ലദീ യശുക്കു ഫീഹി നാസു ഫഖദ് അസാ അബൽ ഖാസിം. ജനങ്ങൾ സംശയത്തിലായിട്ടുള്ള ദിവസത്തിൽ ആരെങ്കിലും നോമ്പെടുത്താൽ അബുൽ ഖാസിമിനെ അഥവാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയാൾ ധിക്കരിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, റമളാനിലേക്ക് പ്രവേശിക്കുക എന്നത് ഒന്നല്ലെങ്കിൽ മാസപ്പിറവി കാണും 29-ന്, അതല്ലെങ്കിൽ മാസപ്പിറവി 29-ന് കണ്ടില്ല എങ്കിൽ 30 പൂർത്തീകരിച്ച് അങ്ങനെ റമളാനിൽ പ്രവേശിക്കലാണ്. സംശയമുള്ള ദിവസം നോമ്പെടുക്കരുത്. അതുപോലെ റമളാനിന്റെ 1-2 ദിവസം മുന്നേ നോമ്പെടുക്കരുത്. അങ്ങനെ റമളാനിനെ വരവേൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സഹോദരങ്ങളെ റമളാനിനെ വരവേൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഈ പറഞ്ഞ രൂപത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള തൗഫീഖ് കിട്ടിയ ആളുകളായിക്കൊണ്ട്, ഇബാദത്തുകളിൽ മുന്നേറാനുള്ള സൗഭാഗ്യം നേടിയവരായിക്കൊണ്ട് റമളാൻ മാസത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ ഓരോരുത്തരും ഈ സമയത്ത് തന്നെ, ഇപ്പോൾ തന്നെ മുന്നൊരുക്കം നടത്തേണ്ടതുണ്ട്. അതിനാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം സഹോദരങ്ങളെ, വിവാദങ്ങൾ, തർക്കവിഷയങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ, അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധ റമളാനിലേക്ക് പ്രവേശിക്കുമ്പോൾ നിറഞ്ഞ മനസ്സോടെ, സന്തോഷത്തോടെ
നല്ല രൂപത്തിൽ പ്രവേശിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. പകയും വിദ്വേഷവും വെറുപ്പും പ്രശ്നങ്ങളുമായി റമദാനിനെ വരവേൽക്കുക എന്നതല്ല. നല്ല രൂപത്തിൽ, നല്ല മനസ്സോടെ, നിറഞ്ഞ മനസ്സോടെ ഇബാദത്തിനു വേണ്ടി നമ്മെ സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകളായി, മുഅ്മിനീങ്ങളായി റമദാനിൻ്റെ മാസപ്പിറവി കാണാൻ, റമദാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് നമ്മുടെ വിജയം. അതല്ലാത്ത മറ്റുള്ള എല്ലാ പ്രശ്നങ്ങളും വിവാദങ്ങളും നമ്മൾ മാറ്റിവെച്ചേക്കുക. ദീൻ പഠിക്കുക, ശരിയായ നിലപാടിലേക്ക് എത്തുക, എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. ദീൻ എന്നാൽ തർക്കമോ കുഴപ്പങ്ങളോ അടികൂടലോ വാട്സാപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കലോ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏതിൻ്റെ വിഷയത്തിലായാലും എന്തിൻ്റെ വിഷയത്തിലായാലും ദീൻ എന്നാൽ പ്രവർത്തിക്കാനുള്ളതാണ്. ദീൻ എന്നാൽ ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. ഉപകാരപ്രദമായ വിജ്ഞാനം എന്നാൽ അത് പ്രവർത്തിക്കാനുള്ളതാണ്. ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ ഒരു കാര്യം പഠിച്ചു മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കലാണ് നാഫിആയ ഇൽമ്. അതാണ് ഉപകാരപ്രദമായ ഇൽമ്. തല്ലുകൂടിയിട്ടും അടികൂടിയിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും നമുക്ക് കിട്ടിയ അറിവ് അത് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് റമദാൻ മാസം. ആയുസ് വീണ്ടെടുക്കേണ്ട ദിനരാത്രങ്ങളാണ് എന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തട്ടെ. സമയം നഷ്ടപ്പെടുത്താതെ, അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ മുതലെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഞാനും നിങ്ങളും, പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും. കാരണം ഒരു റമദാൻ വന്നു കിട്ടുക എന്നത് വലിയ സൗഭാഗ്യമാണ്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട ഹദീസുകളെല്ലാം നമ്മൾ ഇനി കേൾക്കും അടുത്ത ഖുതുബകളിൽ. ഒരുപാട് ശ്രേഷ്ഠതകളുള്ള, പ്രത്യേകതകളുള്ള മാസമാണ് വരാനിരിക്കുന്നത്. നമ്മൾ അലസമായി പോകരുത്, അശ്രദ്ധയിലായി പോകരുത് എന്ന് സഹോദരങ്ങളെ എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അവരെയും ഈ നന്മകളിലേക്ക് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. റമദാനോടുകൂടി നമ്മൾ നമ്മുടെ ജീവിതം മാറേണ്ടതുണ്ട്. അഥവാ നന്മകളിൽ മുന്നിടുന്ന, നന്മകളുമായി കൂടുതൽ ഇടപഴകുന്ന, തഖ്വ കിട്ടിയ മുത്തഖീങ്ങളായി നമുക്ക് ശവ്വാലിന്റെ മാസപ്പിറവി കാണേണ്ടതാണ്. അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. എല്ലാവിധ കുഴപ്പങ്ങളിൽ നിന്നും അള്ളാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മഗ്ഫിർ ലനാ വർഹംനാ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم اشف مرضانا ومرضى المسلمين. اللهم اشف مرضانا ومرضى المسلمين. اللهم اشف مرضانا ومرضى المسلمين. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على طاعتك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.